നമസ്കാരം. ഹമാസുമായി ഉണ്ടാക്കിയ വെടിനിർത്തൽ കരാർ അംഗീകരിക്കുന്നതിന് വേണ്ടി ചേരാനിരുന്ന ഇസ്രായേലിൻ്റെ മന്ത്രിസഭാ യോഗം ഇന്ന് ചേരാൻ സാധ്യതയില്ല എന്ന് റിപ്പോർട്ട്. ഇത് കരാർ നിലവിൽ വരുന്നതിന് ഒരുപക്ഷെ വലിയൊരു തടസ്സം സൃഷ്ടിക്കാനുള്ള സാധ്യതയാണ് ഇപ്പോൾ കാണുന്നത്. ഹമാസ് അവസാന നിമിഷം കരാറിൽ പുതിയ വ്യവസ്ഥകൾ മുന്നോട്ട് വയ്ക്കുന്നുവെന്നും കരാറിനെ ഏതാണ്ട് അട്ടിമറിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ അവർ നടത്തുന്നതെന്ന് സംശയിക്കുന്നതായും ഇസ്രായേൽ സർക്കാർ അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് മന്ത്രിസഭാ യോഗം ഇപ്പോൾ നീണ്ടുപോകുന്നത്. ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനമായിട്ട് മതി മന്ത്രിസഭാ യോഗം ചേർന്ന് അതിന് അംഗീകാരം നൽകാൻ എന്നാണ് ഇപ്പോൾ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഉൾപ്പെടെയുള്ള ഇസ്രായേലിലെ പ്രമുഖ നേതാക്കളുടെ തീരുമാനം. കരാറിൻ്റെ എല്ലാ ഭാഗങ്ങളും ഹമാസ് നേതൃത്വം അംഗീകരിച്ചിട്ടുണ്ട് എന്ന അറിയിപ്പ് ലഭിക്കുന്നതുവരെ മന്ത്രിസഭാ യോഗം ചേരില്ല എന്ന് തന്നെയാണ് ഇസ്രായേൽ ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. മന്ത്രിസഭാ യോഗം ചേർന്ന് ഇതിന് അംഗീകാരം നൽകിയില്ലെങ്കിൽ പിന്നെയും വെടിനിർത്തൽ കരാർ നീണ്ടു പോകാൻ തന്നെയാണ് സാധ്യത. സമാധാന കരാറിൽ അവസാന നിമിഷ ഇളവുകൾക്കായുള്ള ശ്രമത്തിൽ ഹമാസ് കരാറിൻ്റെ ചില ഭാഗങ്ങൾ നിരാകരിച്ചു എന്നാണ് ഇസ്രായേൽ ആരോപിക്കുന്നത്. ഖത്തറും ഈജിപ്തും അമേരിക്കയും എല്ലാം മുൻകൈയെടുത്താണ് ഗാസയിൽ സമാധാന ചർച്ചകൾ നടത്തിയത്. കഴിഞ്ഞ ദിവസം ഇക്കാര്യത്തിൽ തീരുമാനമായിരുന്നു. ഗാസയിലെ ജനങ്ങളും ഇസ്രായേൽ ജനതയൊക്കെ തന്നെ വളരെ ആഹ്ലാദത്തോടു കൂടിയാണ് ഈ ഒരു തീരുമാനത്തെ വരവേറ്റത്. എന്നാൽ ഹമാസിനെ സംബന്ധിച്ച് ആദ്യം മുതൽ തന്നെ അവർ ഈ സമാധാന ചർച്ചകൾക്കും അല്ലെങ്കിൽ വെടിനിർത്തലുമൊക്കെ തുരങ്കം വയ്ക്കുന്ന രീതിയിലുള്ള നിലപാടുകളാണ് സ്വീകരിച്ചിരുന്നത്. ഇസ്രായേൽ നേരത്തെ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങളൊക്കെ തന്നെ ഹമാസ് അവസാന നിമിഷം തള്ളിക്കളയുന്ന ഒരവസ്ഥയും ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ തിങ്കളാഴ്ച ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റ് ചുമതലയേൽക്കും, പിന്നീട് അങ്ങോട്ട് തങ്ങൾക്ക് കഷ്ടകാലമായിരിക്കുമെന്ന് ഉറപ്പായതോടുകൂടിയാണ് ഹമാസ് ഒടുവിൽ ഈ ഒരു ഉടമ്പടിയിലേക്ക് എത്താൻ തയ്യാറായത് എന്നാണ് പൊതുവെ കരുതപ്പെടുന്നത്. എങ്കിലും അവസാന നിമിഷവും അവർ അവരുടെ പഴയ സ്വഭാവം വീണ്ടും കാണിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. കാരണം ഹമാസിനെ ഒരിക്കലും വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന് നെതന്യാഹുവും ഇസ്രായേൽ നേതാക്കളുമൊക്കെ തന്നെ എല്ലാ കാലവും പറഞ്ഞിരുന്ന ഒരു ആരോപണം തന്നെയായിരുന്നു. അത് ഏതാണ്ട് ഇപ്പോൾ ശരിവെക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അതിനിടെ കഴിഞ്ഞ ദിവസം രാത്രി ഇസ്രായേൽ വ്യോമസേന ഗാസയിൽ അതിശക്തമായ തോതിലുള്ള ആക്രമണം നടത്തി. അവിടെയുള്ള ഹമാസ് കേന്ദ്രങ്ങൾക്ക് നേരെയായിരുന്നു ആക്രമണവും. ഇതിന് കാരണമായി ഇസ്രായേൽ പറയുന്നത് വെടിനിർത്തൽ കരാറിന് തൊട്ടു പിന്നാലെ വീണ്ടും ആക്രമണം നടത്താൻ അവിടെയുള്ള ഹമാസ് തീവ്രവാദികൾ നീക്കം നടത്തുന്നതായി വിവരം ലഭിച്ചതിനെ തുടർന്ന് തന്നെയാണ് തങ്ങൾ ആക്രമണം നടത്തിയത് എന്നാണ്. വ്യാപകമായ തോതിലുള്ള നാശനഷ്ടമാണ് ഇതിനുണ്ടായത് എന്ന് പറയപ്പെടുന്നുണ്ട്. ഇപ്പോൾ പലരും ഇസ്രായേലിന് നേരെ വെടിനിർത്തൽ കരാർ നിലവിൽ വന്നിട്ടും ഹമാസിനെതിരെ ആക്രമണം നടത്തി എന്ന് ആരോപണം ഉന്നയിക്കുമ്പോൾ അതിൻ്റെ പിന്നിൽ ഹമാസിൻ്റെ വാക്കിന് വരെയില്ലാത്ത, അതല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളിലും അവസാന നിമിഷം മറികടം ചാടുന്ന സ്വഭാവമാണ് കാരണമെന്നാണ് ഇപ്പോൾ ഇസ്രായേലിൻ്റെ ആരോപണം. പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇക്കാര്യത്തിൽ കടും നിലപാട് തന്നെയാണ് സ്വീകരിച്ചിരിക്കുന്നത്. കാരണം ഇത്രയും നാൾ തങ്ങളെ വളഞ്ഞിട്ട് ആക്രമിച്ച ഇറാൻ നേതൃത്വം കൊടുക്കുന്ന ഈ തീവ്രവാദ സംഘടനകളെ ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ള നിലപാട് തന്നെയാണ് നെതന്യാഹു ഇപ്പോഴും സ്വീകരിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം വെടിനിർത്തൽ ഉടമ്പടി തയ്യാറായതിനെ തുടർന്ന് അദ്ദേഹം നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായും നിലവിലെ പ്രസിഡന്റ് ജോ ബൈഡനുമായും ഫോണിൽ സംസാരിച്ചിരുന്നു. ഡൊണാൾഡ് ട്രംപിനോട് താൻ ഉടൻ തന്നെ സത്യപ്രതിജ്ഞ കഴിഞ്ഞാൽ അമേരിക്കയിലേക്ക് വരുന്നുണ്ട് എന്നും തങ്ങൾക്ക് ഇസ്രായേലുമായി ബന്ധപ്പെട്ട് നിരവധി കാര്യങ്ങൾ ചർച്ച ചെയ്യാനുണ്ട് എന്നും അറിയിച്ചുവെന്നാണ് നെതന്യാഹുവിൻ്റെ ഓഫീസ് അറിയിക്കുന്നത്. കൂടാതെ അദ്ദേഹം പ്രസിഡന്റ് ജോ ബൈഡനുമായി സംസാരിച്ചു. ജോ ബൈഡൻ അദ്ദേഹം തിങ്കളാഴ്ച പദവി ഒഴിയുകയാണെങ്കിൽ അതിനു മുമ്പ് ഈ വിഷയത്തിൽ വളരെ സജീവമായി ഇടപെടുകയും ഒരു ഒത്തുതീർപ്പ് വ്യവസ്ഥ ഉണ്ടാക്കാനൊക്കെ തന്നെ മുൻകൈ എടുത്ത് പ്രവർത്തിക്കുകയും ചെയ്ത അമേരിക്കൻ പ്രസിഡന്റ് എന്നുള്ള നിലയിൽ നെതന്യാഹു അദ്ദേഹത്തിനും നന്ദി പ്രകടിപ്പിച്ചിട്ടുണ്ട്. തൻ്റെ വിടവാങ്ങൽ പ്രസംഗത്തിൽ ബൈഡൻ അവകാശപ്പെട്ടത് തങ്ങളുടെ ഇടപെടൽ കൊണ്ട് മാത്രമാണ് ഇസ്രായേൽ ഗാസ വിഷയത്തിൽ ഒരു വെടിനിർത്തൽ കരാർ നിലവിൽ വന്നത് എന്നും ഇതിൻ്റെ ക്രെഡിറ്റ് തങ്ങൾക്കാണ് എന്ന രീതിയിൽ തന്നെയാണ് ജോ ബൈഡൻ സംസാരിച്ചത്. ഏതായാലും ഇസ്രായേലിനെ സംബന്ധിച്ച് ഹമാസിന് മുന്നിൽ കീഴടങ്ങുന്ന പ്രശ്നമേ ഉദിക്കുന്നില്ല എന്ന നിലപാട് തന്നെയാണ് അവർ എപ്പോഴും സ്വീകരിച്ചിട്ടുള്ളത്. ഈ അവസാന നിമിഷം വെടിനിർത്തൽ കരാറിൽ മാറ്റങ്ങൾ വരുത്താൻ അല്ലെങ്കിൽ ഭേദഗതികൾ വരുത്താൻ ഹമാസ് ശ്രമിച്ചാൽ തങ്ങൾ ഒരിക്കലും അംഗീകരിക്കുകയില്ല എന്നും തങ്ങൾ മുന്നോട്ട് വെച്ച ആ കരാർ നിർദ്ദേശങ്ങളെ പൂർണ്ണമായും ഹമാസ് നേതൃത്വം അംഗീകരിക്കുന്നതുവരെ ഇതിനുവേണ്ടി മന്ത്രിസഭാ യോഗം ചേരേണ്ടതില്ല എന്നും തന്നെയാണ് ഇപ്പോൾ ഇസ്രായേൽ നിലപാട് സ്വീകരിച്ചിട്ടുള്ളത്.